ഇത് നമ്മുടെ ഷാജിയേട്ടൻ്റെ ഹോട്ടലാട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ബില്ലടയ്ക്കാൻ നേരത്ത് എല്ലാവരും ഞെട്ടിക്കൊണ്ടാണ് അവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്തുള്ള തറവാട് എന്നൊരു ഹോട്ടലാണ്. ഈ തറവാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മളൊക്കെ നമ്മുടെ അവധിക്കാലത്ത് ഈ തറവാട്ടിലേക്ക് പോകും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂട്ടം കൂടി കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ തറവാട്ടിലെ ഒരു കാഴ്ചയാണ്. ശ്രീകണ്ഠപുരത്ത് തറവാട് ഹോട്ടലിന് മുൻപിൽ ഒരു 12 മണിയാകുമ്പോൾ പോയി നിന്നാൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ജാതി മത ഭേദമന്യേ കുട്ടികളിങ്ങനെ കൂട്ടം കൂട്ടമായി ചിരിച്ചും കളിച്ചും ഹോട്ടലിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഞാൻ ഇവിടെ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ വരുന്ന നല്ല ഭക്ഷണം. നമ്മൾ ഈ വലിയ ഹോട്ടലിലൊക്കെ കയറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 100-300 ബില്ലടയ്ക്കുമ്പം ഷാജിയേട്ടൻ്റെ കടയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഷാജിയേട്ടൻ്റെ കടയിൽ നല്ല ബിരിയാണി കഴിക്കാം, അതുപോലെ നല്ല സലാഡും അച്ചാറും ഒക്കെ കഴിച്ചിട്ട് ബില്ലടക്കാൻ ചെല്ലുമ്പം ആളുകൾ ഞെട്ടുക. എന്താണെന്നറിയോ? 50 രൂപയുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ ഈ ഹോട്ടലിൽ കയറുമ്പോൾ പൊറോട്ടയുടെ കൂടെ ഒരു ചാറും കൂടെ അങ്ങ് ചോദിക്കുമ്പോൾ മുഖം വീർപ്പിക്കുന്ന ജോലിക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാഴ്ചയല്ല. എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് എല്ലാവരും പറയുന്നത് തൃപ്തിയായെന്നാണ്. മണി മുതൽ 3:30 മണി വരെ ഞങ്ങൾ ടൈം, അവിടെ വർക്കിംഗ് ടൈമിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കിപ്പോൾ പിള്ളേർക്ക് 50 രൂപയുടെ ബിരിയാണി സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്കായിരുന്നു. അതിൻ്റെ വ്യാപകമായ തിരക്ക് കാരണം അത് മറ്റുള്ളവർക്കും കടന്നു. ഇപ്പോൾ ആര് വന്നാലും 50 രൂപയുടെ ബിരിയാണിയും 70 രൂപ പാർസലും ഞങ്ങളുടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ഒരു തടസ്സമില്ലാതെ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷാജു കുര്യാക്കോസാണ്. അദ്ദേഹത്തിന് വൈഫും ഉണ്ട് കൂടെ. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പം ശ്രീകണ്ഠപുരം ഹൈസ്കൂള്, മേരിഗിരി കോളേജ്, പിന്നെ ITI, SCS കോളേജ്, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം വരുന്നുണ്ട്. പിന്നെ നടുവിൽ ITയിൽ നിന്നും കുറച്ച് പിള്ളേർ ഇടയ്ക്കിടെ വരാറുണ്ട്. ഇവിടുത്തെ കിച്ചണി പണിയെടുക്കുന്ന മലയാളി ചേച്ചിമാരെന്നുള്ള നല്ല പ്രത്യേകത. അതിനപ്പുറത്ത് ഈ ഹോട്ടലിൽ കിച്ചണിലൊക്കെ ആർക്കും കയറാം, പാകം ചെയ്യുന്നൊക്കെ ആർക്കും കാണാം. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ചിക്കനും ആവി ഇങ്ങനെ ബിരിയാണി ചെമ്പിൽ നിന്ന് പറക്കുന്ന കാഴ്ചയും മീൻ പൊരിക്കുന്നതും ഒക്കെ ഒരു വല്ലാത്ത കാഴ്ച കേട്ടോ. പല പിള്ളേർക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പിള്ളേർ ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കാൻ തുടങ്ങിയത്. അടുത്തുള്ള സ്കൂളുകളിൽ നിന്നെല്ലാം കുട്ടികൾ വരുന്നുണ്ട്. 50 രൂപയ്ക്ക് ഞങ്ങൾ ബിരിയാണി, അതിപ്പോൾ സാധാരണ ആൾക്കാർ വന്ന് ചോദിച്ചാലും അവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് 50 രൂപയ്ക്ക് ബിരിയാണി. ഇവിടെ ചോറിന് 60 രൂപയാണ്, പക്ഷേ ഞങ്ങൾ 50 രൂപയ്ക്ക് ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ കൂടെ ഞങ്ങൾ സാലഡും അച്ചാറും പ്ലസ് പായസവും കൊടുക്കുന്നുണ്ട്. ഇവിടെ ചോറ് 50 രൂപയിൽ നിന്ന് 60 രൂപയാക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും പായസം ഫ്രീ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. പിള്ളേർ ചോദിച്ചു പായസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യം കൊടുക്കുന്നതിന് ഇതുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ പിള്ളേർ ചോദിച്ചതല്ലേ, പിള്ളേർക്കൊരു ആഗ്രഹം, ബാക്കിയുള്ളവരും പായസം കുടിക്കുമ്പോൾ അപ്പം 50 രൂപേൻ്റെ ബിരിയാണി കഴിക്കുന്നവർക്ക് ഞങ്ങൾ പായസം കൊടുക്കുന്നുണ്ട്. പൈസ കുറവാന്ന് പറഞ്ഞ പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ 50 രൂപ തന്നാലേ കുഴപ്പമൊന്നുമില്ല. അത് ആർക്കായാലും ഇപ്പോൾ ടൗണിൽ വരുന്ന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. ഇവിടെ ഭക്ഷണം കഴിക്കാൻ സാധാരണക്കാരും പണമുള്ളവരും ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ വരും. എല്ലാവരും പറയുന്നത് തൃപ്തിയായെന്നാണ്.
എല്ലാ ദിവസവും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ? എല്ലാ ദിവസവും. ഭക്ഷണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. കാരണം നമ്മൾ അതുകൊണ്ടാണ് സ്റ്റാൻഡിൻ്റെ ഇങ്ങോട്ടോടെ വന്നിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ദിവസം വന്നതുപോലെ തന്നെ നല്ല ഭക്ഷണമായി തോന്നുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി നമ്മൾ ഇവിടെ നിന്ന് സ്ഥിരം ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് കഴിക്കുന്നൊരു വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഈ ശ്രീകണ്ഠപുരത്തെ പലരും പറയുന്നത് എന്താണെന്നറിയോ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭം ഷാജിയേട്ടൻ എടുത്ത് പോകുന്നതാ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചു. എനിക്ക് ഇപ്പോൾ സംശയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഇത് മുതലാവും എന്നുള്ളതാണ്. കാരണം വയറ് നിറച്ചുള്ള ഒരാൾക്ക് വേണ്ടുന്ന മാക്സിമം ഭക്ഷണമുണ്ട്, പിന്നെ പറഞ്ഞാൽ പീസും ഉണ്ട്, സാധാരണ വെറും ചോറ് മാത്രമല്ല. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഇപ്പോൾ പറഞ്ഞ ഇവർക്ക് എങ്ങനെ ഇത് ഒത്തുപോവുക എന്നുള്ളതാണ് പറഞ്ഞത്. ഞാനിവിടെ ടാക്സി ഡ്രൈവറാണ്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കൊണ്ടുവരലാണ് പതിവ്. ഇപ്പം ഞാൻ 3 ദിവസം ഇവിടെ അടുപ്പിച്ച് ഭക്ഷണം ബിരിയാണി കഴിക്കുന്നു. 50 രൂപ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ലതല്ലേ? ഇവർക്കത് മുതലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മുതലൊന്നുമല്ല, എന്നാലും ഞങ്ങൾ ആ പിള്ളേർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്തതാണ്. ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പല കുട്ടികൾക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ ഉച്ചക്കഞ്ഞിയും അതൊന്നെല്ലാം ഹൈസ്കൂളിലുണ്ടായിരുന്നില്ല. യു പി സ്കൂളിലൊക്കെ ഉപ്മാവും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പലർക്കും ബുദ്ധിമുട്ടുകൾ. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ പല വീടുകളിലും ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇപ്പം സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ എൻ്റെ മക്കളും പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മക്കളെ വരുന്നതല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണത്. പിന്നെ ഷാജിയേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഇതിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വീതം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. 1-2 സ്ഥലത്ത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തെരുവിൻ്റെ മക്കൾക്ക് ആഴ്ചയ്ക്ക് കൊടുക്കുന്ന ചോറ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഷാജിയേട്ടൻ്റെ കട പരിചയപ്പെടുത്തിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? ബൈബിളിലെ ഈ 5 അപ്പവും 2 മീനൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈശോ പറയുന്നൊരു കാര്യം, അവർ തൃപ്തരായി എന്നാ. ഈ ഷാജിയേട്ടൻ്റെ കടയുടെ ഒരു പ്രത്യേകത അതാ. നമ്മളൊക്കെ പണ്ട് തറവാട്ടി പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഇല്ലേ, ഈ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് തിരിച്ചു പോരുന്നൊരു ഫീലിംഗ്.